dear students, welcome back to the English class. SSLC ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ യൂണിറ്റിൽ വരുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. 4th ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം. നമ്മുടെ യൂണിറ്റ് 2 ദ ഫ്രെയിംസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ് ഈസ് എ മെമ്മോയർ, an article written by സത്യജിത് റേ. അതാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിക്കാനും വായിക്കാനും ഒക്കെ പോകുന്നത്. എല്ലാ കൂട്ടുകാരും സിനിമ കാണുമല്ലോ അല്ലേ? സിനിമ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഏതൊക്കെ ഭാഷകളിലെ സിനിമകളാണ് ഉള്ളത് അല്ലേ? ഒരുപാട് ഭാഷകളിലെ സിനിമകളുണ്ട്. നമ്മൾ പല ഭാഷകളിൽ സിനിമകൾ കാണാറുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മദർ ടങ് ഏതാണോ അത് മാത്രമല്ല മറ്റ് ലാംഗ്വേജസിലുള്ള മൂവീസും നമ്മൾ കാണാറുണ്ട്. ആൻഡ് വി ഓൾസോ എൻജോയിങ് ഓൾ ദീസ് മൂവീസ്. ശരിയല്ലേ? സോ ദിസ് ഈസ് ആൻ ചാപ്റ്റർ വിച്ച് ഇസ് സ്പീക്കിംഗ് അബൌട്ട് എ റിയൽ experiences of one of the famous directors in movie. ഒരു സിനിമാ ഡയറക്ടറുടെ സംവിധായകന്റെ യഥാർത്ഥത്തിലുള്ള കുറേ അനുഭവങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് മൂവീസ് ആണ് കാണുന്നത്? കോമഡി ആണോ, ട്രാജഡി ആണോ, അല്ലെങ്കിൽ ലൈഫ് മൂവീസ് ആണോ, ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? നിങ്ങളുടെ പേരൻസിനൊക്കെ എങ്ങനത്തെ മൂവീസാണ് ഇഷ്ടം? തീർച്ചയായിട്ടും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം കുറച്ച് ആക്ഷൻ ത്രില്ലർ മൂവീസും ഡിറ്റക്റ്റീവ് സ്റ്റോറീസും ഒക്കെ ആണെങ്കിൽ മേ ബി ഫാമിലി സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും നമ്മുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് കണ്ട ഏതെങ്കിലും 1-2 മൂവീസിൻ്റെ ഒക്കെ പേരൊക്കെ നിങ്ങളുടെ ആ യൂണിറ്റ് 1-2 എന്ന് എഴുതിയേക്കുന്ന ഫ്രെയിംസിൻ്റെ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത പേജിലേക്ക് എടുക്കുമ്പോൾ നോക്കിക്കേ, ഹാവ് യു എവർ സീൻ ദീസ് പീപ്പിൾ? 3 പേരുടെ ചിത്രമുണ്ട് അവിടെ അല്ലേ? ആരൊക്കെയാണോ അത്? ഡു യു ഹാവ് എനി ഐഡിയ? അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളെ മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹി ഈസ് ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ എന്ന് കേൾക്കാത്തില്ലാത്തവർ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ വളരെ വിരളമാണ്. അപ്പോൾ ചാർലി ചാപ്ലിൻ ഒരു സിനിമ ഡയറക്ടറാണ്, ആക്ടറാണ്, വേൾഡ് ഫേമസ് ഐക്കൺ ആണ്. അദ്ദേഹത്തിൻ്റെ മൂവീസൊക്കെ ഭയങ്കര പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേകതകളും കയ്യൊപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കും ആ മൂവീസിൽ. സോ ലെറ്റ്സ് ഡിസ്കസ് ഫസ്റ്റ് അബൌട്ട് ചാർലി ചാപ്ലിൻ. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണിത്. ആ ഡയറക്ടേഴ്സിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് ചാർലി ചാപ്ലിൻ 1889 to 1977. He was an English comic actor, filmmaker, composer who rose to fame in the era of silent film. He became a worldwide icon through his screen persona, the Tramp, and is considered one of the most important figures in the history of the film industry. Some of his well-known films are City Lights, Modern Times, The Kid, The Circus, Limelight, and A Dog's Life. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ പ്രത്യേകത എന്താണ്? സൈലന്റ് ഫിലിമിൻ്റെ കാലത്ത് വന്നതാണ്. ദർ ഈസ് നോ ഡയലോഗ്സ്, അല്ലെങ്കിൽ ഡയലോഗുകളൊന്നും സംസാരിക്കുന്നില്ല, ഓൺലി ആക്ടിങ് മാത്രമേ ഉള്ളൂ. ആ ആക്ടിങ്ങിലൂടെ എന്ത് ഐഡിയ ആണോ കൺവേ ചെയ്യാനുള്ളത് ദാറ്റ് ഷുഡ് ബി കൺവേ ടു ദി പീപ്പിൾ. അങ്ങനെ ഒരു ടൈമിൽ ഫേമസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. ആരാണ് അടുത്തയാള്? നോക്കിക്കേ, സെക്കൻഡ് കോളം ആരാണെന്ന് നോക്കിക്കേ. ആ ചിത്രം കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഹി ഈസ് അക്കീര കുറുസോവ, 1910 to 1998. Kurosawa was a Japanese filmmaker and painter who directed 30 films in a career spanning over 5 decades. He is widely regarded as one of the most important and influential filmmakers in the history of cinema. Kurosawa displayed a bold, dynamic style, strongly influenced by Western cinema. He was involved with all aspects of film production. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? കുറുസോവ എന്ന് പറയുന്ന ആളാണിത്, അക്കീര കുറുസോവ.
is a Japanese filmmaker and painter. Okay, Japanese movies ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ? കൊറിയൻ ജാപ്പനീസ് മൂവീസ് ഒക്കെ ചിലരൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പം ജാപ്പനീസ് മൂവി ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കറാണ് അക്കീറ കുറോസാവ എന്ന് പറയുന്നയാൾ. അദ്ദേഹം 5 decades കൊണ്ട് 30 ഫിലിംസ് ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേൾഡ് വൈഡ് തന്നെ ഈ ഫിലിം മേക്കിങ്ങിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽസ് വളരെ ബോൾഡ് ആൻഡ് ഡൈനാമിക് സ്റ്റൈൽസ് ഒക്കെ പലരും അഡാപ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളവയുമാണ്. കുറോസാവ directed approximately 1 film per year throughout the 1950s and early 1960s. അപ്പം 1950-കളിൽ, 50-കൾ എന്ന് പറഞ്ഞാൽ 1950, 51, 52 അങ്ങനെ 1950-കളിലും 60-കളിലുമായിട്ട് 20 വർഷം കൊണ്ട് ഏകദേശം എന്താണ്, ഒരു വർഷം ഒരു സിനിമ എന്ന നിരക്കിൽ അദ്ദേഹം around 20 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു, including a number of highly regarded films such as Ikiru, Seven Samurai, Throne of Blood, Yonjibo and High and Low. After the 1960s, he became much less prolific. Even so, his later works, including 2 film of final works, The Qasim Kha and Ran, continued to receive great acclaim. ഈ 2 decades മീൻസ് 1960s ശേഷം കുറച്ച് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗിൽ കുറവ് വന്നു എങ്കിലും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത 2 ഫിലിംസ് 1980-ലും 1985-ലും ചെയ്ത ഫിലിംസ് എന്ന് പറയുന്നത് ഗ്രേറ്റ്ലി റിസീവ്ഡ് ബൈ ദി വ്യൂവേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ കുറച്ചധികമായിട്ട് സ്വീകരിച്ചു. അപ്പോൾ 2 പേരെ പഠിച്ചല്ലോ. ആരൊക്കെയായിരുന്നു? ചാർലി ചാപ്ലിനും അക്കീറ കുറോസാവയും. ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന ആരെയാണ്? തേർഡ് പേഴ്സണാലിറ്റി. മേ ബി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ? ഹിസ് എ മലയാളി, നമ്മുടെ നാട്ടുകാരനാണ്. മേ ബി നിങ്ങൾ മൂവീസിലായിട്ടോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ആളാണ്. ഈസ് അടൂർ ഗോപാലകൃഷ്ണൻ, 1941, born on 1941. He is an Indian film director, script writer and producer and is regarded as one of the most notable and renowned filmmakers in India. With the release of his first feature film, Swayamvaram, 1972, Gopalakrishnan pioneered the new wave in Malayalam cinema during the 1970s. His films are made in the Malayalam language and often depict the society and culture of his native state Kerala. For his films, Gopalakrishnan has won the National Film Award 16 times. He also won the Kerala State Film Awards 17 times. He was awarded the State Honours Padma Shri in 1984 and the Padma Vibhushan in 2006. He received the Dada Saheb Phalke Award in 2004 for his valuable contributions to Indian cinema. In 1916, he was awarded the J.C. Daniel Award, Kerala government's highest honor for contribution to Malayalam cinema. എന്താ പറഞ്ഞിരിക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ 1970s മുതൽ 1970-കളിൽ വളരെ ഫേമസ് ആയിട്ട് വന്ന പുതിയ ടൈപ്പ് മൂവീസ് ഒക്കെ ചെയ്ത് വളരെ എന്താണ് പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മൂവീസ് വളരെ ഫേമസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അത്രയധികം അക്സെപ്റ്റൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് തന്നെ 16 ടൈംസ്, 16 തവണ നാഷണൽ അവാർഡ്, 17 തവണ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ DJ Daniel അവാർഡ്, ദാദാ ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ, അങ്ങനെ ഒരുപാട് അവാർഡുകൾ തേടിയെത്തിയ വലിയൊരു ഫിലിം മേക്കറാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട 3 ഭാഷകൾ എന്ന് വേണമെങ്കിൽ പറയാം, 3 രീതിയിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദിസ് ഈസ് അവർ ഓഥർ സത്യജിത്ത് റേ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പ്രോജക്റ്റ് ടൈഗർ. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ എന്താണെന്ന് പറഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് നമുക്കത് സത്യജിത്ത് റേ ആരാണെന്നൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഓഥറാണല്ലോ. Satyajit Ray, 1921 to 1992. He was an Indian filmmaker. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neo-realist 1948 film Bicycle Thieves. Ray directed 36 films, including feature films, documentaries and short films.
He was also a fiction writer, publisher, illustrator, calligrapher, music composer and film critic. He has also authored several short stories and novels. ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണ് സത്യജിത് റേ എന്ന് പറഞ്ഞാൽ. 36 മൂവീസ് ഉണ്ട്. ഇറ്റാലിയൻ മൂവി ഫിലിം ബൈസിക്കിൾ തീവ്സ് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രഞ്ച് ഫിലിം മേക്കർ ജീൻ റെനോയറിനെ അദ്ദേഹം മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂവീസിലേക്ക് അല്ലെങ്കിൽ സിനിമ ചിത്രീകരണം, സംവിധാനം എന്നുള്ള മേഖലകളിലേക്ക് അദ്ദേഹം തിരിയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംവിധായകൻ, എഴുത്തുകാരൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ മാത്രമല്ല, ഫിലിം ക്രിട്ടിക്കാണ്, ഇല്ലുസ്ട്രേറ്ററാണ്, കാലിയോഗ്രാഫറാണ്, മ്യൂസിക് കമ്പോസറാണ്. He was always all there, his sign there. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ കുറേ ഡോക്യുമെൻ്ററീസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതുകയും ഷൂട്ട് ചെയ്യുകയും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സത്യജിത് റേ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അല്ലേ? അപ്പം ഇദ്ദേഹത്തിൻ്റെ സിനിമാ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, അതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്, പ്രോജക്റ്റ് ടൈഗർ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, പ്രോജക്റ്റ് ടൈഗർ. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അദ്ദേഹത്തിന് ഒരു ടൈഗറിനെ ഒരു സീനിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഡോഗ്സിനെയും ഹോഴ്സസിനെയും മേ ബി സ്നേക്സിനെയൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ളതിനെയൊക്കെ വെച്ച് നമ്മൾ മൂവീസ് ഷൂട്ട് ചെയ്യുന്നതും മൂവി പാർട്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം വളരെ റെയർ ആയിട്ട്, ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ്, വളരെ റെയർ ആയിട്ടായിരുന്നു ആ ടൈമിൽ ഒരു ടൈഗറിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അദ്ദേഹം എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത്? ഹൗ ഹി ഷൂട്ടഡ് ആൻഡ് ഹൗ ഹി കംപ്ലീറ്റഡ് ഹിസ് പ്രോജക്റ്റ്, ദാറ്റ് ഈസ് പ്രോജക്റ്റ് ടൈഗർ. അത് അദ്ദേഹം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു? വാട്ട് വാസ് ഹിസ് മോട്ടിവേഷൻ ബിഹൈൻഡ് ദിസ്? എന്തായിരുന്നു അദ്ദേഹത്തിന് ഇത് ചെയ്യാനുണ്ടായ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ, പ്രചോദനം എന്തായിരുന്നു? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ആഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് ദ പ്രോജക്റ്റ് ടൈഗർ എന്നുള്ളത്. അപ്പം ഹു ഈസ് ദ റൈറ്റർ? സത്യജിത് റേ ഇസ് എ റിനൗൺഡ് ഫിലിം മേക്കർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ SSLC ഇംഗ്ലീഷിൻ്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ദിസ് ഇസ് ആൻ ആർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ സത്യജിത് റേ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഓഥറിനെ അല്ലെങ്കിൽ റൈറ്ററിനെയൊക്കെ പരിചയപ്പെട്ടതാണ്. റെനൗൺഡ് ഫിലിം മേക്കറാണ്, വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളും അത്ര തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സിനിമയിൽ ഒരു കടുവയെ അദ്ദേഹത്തിന് അഭിനയിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അതിന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്താണ് ചെയ്തത്, അദ്ദേഹം സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, ഇതൊക്കെ അദ്ദേഹം പഠിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യജിത് റേ എന്ന് പറഞ്ഞ ഫേമസ് എഴുത്തുകാരൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഈ ചാപ്റ്ററിൽ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഒരു കഥ കേൾക്കുന്നത് പോലെയല്ല, സംഭവിച്ച യഥാർത്ഥ റിയൽ ഇൻസിഡൻസിനെ കാണുന്നത് പോലെ വേണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, എന്നാൽ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, കഥയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. സത്യജിത് റായ് എന്ന് പറയുന്ന ഫിലിം ഡയറക്ടറുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്നതാണിത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം പ്രോജക്റ്റ് ടൈഗർ. No one can beat Hollywood when it comes to making films with animals in them. I remember films in my childhood and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. Later, we got to see 3 or 4 other films with a coolie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. The owners could easily make as much as 100,000 rupees from just one film.
അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകാട്ടുണ്ടായിരിക്കും അല്ലേ? ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഹോളിവുഡിൽ ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡ് സിനിമകളെ വെല്ലാൻ തക്ക രീതിയിലുള്ള മറ്റൊരു സിനിമകളും ഇന്ന് ലോകത്തിലില്ല. അതാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ ചില സിനിമകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ റിൻ ടിൻറ്റിൻ എന്നു പേരായ ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ട്. ആ ഡോഗിൻ്റെ ആക്ടിങ് വളരെ ഫേമസ് ആണ്. ബിക്കോസ് അത് എത്ര നന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് നിന്ന് അതിൻ്റെ സാഹചര്യങ്ങളെ കോണ്ടെക്സ്റ്റുകളെയൊക്കെ മനസ്സിലാക്കി എങ്ങനെ ആക്ട് ചെയ്യുന്നോ, ആ സീനെ എങ്ങനെ മനസ്സിലാക്കി ആക്ട് ചെയ്യുന്നോ അതേപോലെയാണ് റിൻ ടിൻറ്റിനും ആക്ട് ചെയ്യുന്നത്. റിൻ ടിൻറ്റിൻ എന്നാണ് ഈ അൽസേഷ്യൻ ഡോഗിൻ്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹം ഓർക്കാണ് ലസി എന്നു പേരായിട്ടുള്ള മറ്റൊരു ഡോഗ്, അതും ഇങ്ങനെ തന്നെയാണ്. ലസിയും വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന മറ്റൊരു ഡോഗാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ ഹ്യൂമൻ ആക്ടേഴ്സിനെ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം, താൻ ഒരു സ്റ്റാർ ആണ് അങ്ങനെയുള്ള ഒരു ഫെയിം കിട്ടിയിരിക്കുന്ന സെഷനാണ് ഈ ആനിമൽസ് എന്ന് പറയുന്നത്. ശരിക്കും ആനിമൽസിനെ കൊണ്ട് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇഫ് വി ഹാവ് പേഷ്യൻസ് വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു റിയൽ ആക്ടർ ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം സാലറി വാങ്ങിക്കത്തക്ക രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1100 rupees ഫ്രം ജസ്റ്റ് 1 film. അപ്പോൾ ഈ ഡോഗിൻ്റെ ഒക്കെ ഓണേഴ്സ് ആരാണോ അവർ ശരിക്കും ഈ മണി ഇവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ദെയർ പെറ്റ് ഡോഗ്സ് ആക്ടിങ്. ഈ ഡോഗ്സ് ആക്ട് ചെയ്യുന്നതനുസരിച്ച്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിന് ബാക്കി നമുക്ക് നോക്കാം. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. The main character in this film was a large dog. I reached the studio to find that the shooting had not yet started. അപ്പോൾ അദ്ദേഹം പറയുകയാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിൻ്റെ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഈ ആനിമൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഡോഗ്സ് ആകാം, അല്ലെങ്കിൽ ഹോഴ്സസ് ആവാം, എനിത്തിങ്, മേ ബി ബേർഡ്സ് ആവാം, എന്താണെങ്കിലും ഈ ആനിമൽ ആക്ടേഴ്സിനോട് എത്ര ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഇദ്ദേഹം ആ ഡിസ്നി സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മൾ വായിച്ച് തീർത്തിരിക്കുകയാണ്. ഇത്ര വരെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തുകളാ. നെക്സ്റ്റ് പേജ് തൊട്ട് നമുക്ക് ബാക്കി ആർട്ടിക്കിൾ വായിക്കാം. ഓക്കെ, The cameraman was getting the lights ready. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shoot. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it is time to take a shot. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ ഈ ഷൂട്ട് കാണാൻ വേണ്ടി, ഹോളിവുഡ് ഫിലിമിൻ്റെ ഷൂട്ട് കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആളുകളൊക്കെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ലൈറ്റപ്പ് ചെയ്യുന്ന ആളുകൾ, അതായത് ക്യാമറാമാൻ ഉൾപ്പെടെ ലൈറ്റ്സ് ചെയ്യുന്ന ആളുകൾ, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറി മീൻസ് രീതിയാണ്. രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അഭിനയിക്കുന്ന ആളുകൾ ഈ ലൈറ്റപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം. അവരെങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഈ ലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാമറാമാന് നമ്മൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതിനുവേണ്ടി അവിടെ ഉണ്ടായിരിക്കണം. അപ്പം വെരി ഫേമസ് സ്റ്റാർസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വലിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി റെമ്യൂണറേഷൻ ഒക്കെ വാങ്ങിക്കുന്ന വലിയ ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വരില്ല, അവരുടെ ഒരു സ്റ്റാൻഡിൻസ് വിച്ച് ഇസ് സിമിലർ ടു ദ പേഴ്സൺ. ആ റിയൽ ആക്ടേഴ്സിൻ്റെ ശരിക്കും ഫിസിക്കൊക്കെ ഉള്ള അതേ ഹൈറ്റ്, വെയിറ്റ്, വണ്ണം, ഏകദേശം ശരീരഭാഷയൊക്കെ ഉള്ള ഒരാളുകളെ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ സ്റ്റാൻഡിൻ എന്നാണ് പേര് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡിൻ വന്നിട്ടായിരിക്കും ഈ ക്യാരക്ടർ എവിടെയാണ് നിൽക്കുന്നത് നടക്കുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇവർ ക്യാമറാമാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
എന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാനുള്ള ടൈം ആകുമ്പോഴത്തേനും ഈ ആക്ടേഴ്സ് അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് യൂഷ്വലി അവിടെ നടക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, എൻ്റെ ബാക്കി നോക്കാം. ഹിയർ in Disney studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was a protagonist, the same large dog. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on all the fours on a choke mark on the floor, just like an animal, and the dog skin was draped over him. Then he crawled from one mark to another, and the cameraman stood busy with the lights. It finally dawned up me that this dog was paid to be the dog's stand-in. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഡിസ്നി സ്റ്റുഡിയോയിൽ അന്ന് കുറച്ച് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർ അവിടെ സ്റ്റുഡിയോയിൽ പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ആ സ്റ്റുഡിയോയുടെ ഒരു കോർണറിലായിട്ട് ഒരു പ്രൊട്ടഗണിസ്റ്റ്, വിച്ച് മീൻസ് ദ മെയിൻ ക്യാരക്ടർ, ഒരു ഡോഗ് ഫെയിം ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഫിലിം ഷൂട്ടിംഗ് ഹോളിവുഡ് കാണാനാണ് പോയതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹീറോ ഒരു ക്യാരക്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ ഡോഗ് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആ ഡോഗ് ഈ സ്റ്റുഡിയോയുടെ ഒരു കോർണറിലുണ്ട്. അപ്പം മറ്റ് ആക്ടേഴ്സെല്ലാം ബിസി ആയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനെ ഈ ഡോഗ് മാത്രം ആ കോർണർ സൈഡിൽ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറമാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട്, കാരണം ദേ ഷുഡ് ഹാവ് ബീൻ ഓൺ പൊസിഷൻസ്. അവരെ പൊസിഷൻസിൽ വന്ന് നിൽക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്, കാരണം എന്തെങ്കിലും ബാക്കി പ്രോസസ്സിങ് മുന്നോട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡോഗ് മാത്രം വരുന്നില്ല എന്നുള്ളത് ഇറ്റ് ആക്ച്വലി പസൽഡ് ഹിം. സത്യജിത്ത് റേ ശരിക്കും കൺഫ്യൂസ്ഡ് ആകുകയാണ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആലോചിക്കുകയാണ്, ഈ ഷൂട്ടിൻ്റെ ഈ ഭാഗത്തിന് ശരിക്കും ഈ ഡോഗിനെ അപ്പോൾ ആവശ്യമില്ലേ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. ഡ്വാഫ് മീൻസ് പൊക്കം കുറഞ്ഞ കുള്ളനായിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ ഡ്വാഫ്സ് എന്ന് പറയുന്നത്. അപ്പം ഡ്വാഫ് ആയിട്ടുള്ള ഒരാൾ അവിടേക്ക് വരുവാണ്. എന്നിട്ട് ഡോഗിൻ്റെ സ്കിന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോല് ചുറ്റുക എന്ന് നമ്മൾ പറയും. ഡോഗിനെ പോലെ വേഷം ധരിച്ച് ചുറ്റി മാസ്ക് ഒക്കെ വെച്ച് 4 കാലിൽ ഡോഗ് നിൽക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു ചെറിയ മനുഷ്യൻ, ഒരു ഡ്വാഫ് അവിടെ വന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഒരു ഡോഗ് എങ്ങനെയാണോ നടന്ന് അപ്പോൾ ആ സീനിൽ അഭിനയിക്കേണ്ടത്, അതങ്ങനെ തന്നെ ഈ ഡ്വാഫായിട്ട് നിന്ന മനുഷ്യൻ ചെയ്തു. ഡോഗിന്റെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന ആള് ചെയ്തു. അപ്പോഴാണ് സത്യജിത്രയ്ക്ക് സത്യം ഒരു അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലായത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡോഗ് എന്ന് പറയുന്നത് വളരെ ഫേമസ് സ്റ്റാർഡം ഉള്ള ഒരു ഡോഗാണ്, ഈ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി ഫിലിം എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ഈ ഡ്വാഫായിട്ടുള്ള മനുഷ്യൻ ശരിക്കും ഈ ഡോഗിൻ്റെ സ്റ്റാൻഡിൻ ആയിരുന്നു. അതായത് ഈ ലൈറ്റുകളൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ ഡോഗിന് പകരം വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആ ജോലി ചെയ്യുന്ന ഡോഗിന് വേണ്ടി കാശ് കൊടുത്ത് ആ ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ അവിടെ വന്ന് നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ തോന്നും അല്ലേ? പക്ഷെ ഇങ്ങനെയാണ് ശരിക്കും ഹോളിവുഡ് ഫിലിമിലൊക്കെ നടക്കുന്നത്. ഇത് സത്യജിത്ത് റേ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ 4 പാരഗ്രാഫ്സ് വായിച്ചു. ഈ 4 പാരഗ്രാഫ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് 5th പാരഗ്രാഫ് മുതൽ വായിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചോളുക. Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog, but have you ever heard of trained ravens? Not just 1 or 2, but nearly 100 of them. Ever this was made possible in Hollywood, by the creator of some of the best suspense films in the history of cinema. Alfred Hitchcock decided to make a film called Birds. In the story, birds from all over the world started attacking humans. Hitchcock needed a variety of birds, but what was required in the largest number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they know how to get hold of trained ravens. Someone replied within a few days. He was asked to bring his birds, and he arrived with almost
100 trained ravens. Admittedly, their training had not gone very bad. This is to say, they could not do anything that might be seen as extraordinary, but if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോഴ്സിനെയോ ഒരു ഡോഗിനെയോ ട്രെയിൻ ചെയ്യിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. വിച്ച് മീൻസ് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താൽ വി കൻ ഡു ദാറ്റ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് വി ആർ ഷൂട്ടിംഗ് വിത്ത് റേവൻസ്? റേവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലങ്കാക്കകളാണ്. ഓക്കെ, ഹാവ് യു എവർ ഹേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യജിത്തിൽ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രെയിൻ ചെയ്തിരിക്കുന്ന മലങ്കാക്കകളെ ഉപയോഗിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്നത്? അതായത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിവുഡ് ഡയറക്ടറുണ്ട്. അദ്ദേഹം ഒരു മൂവി ചെയ്യാൻ വിചാരിച്ചു. അതിൻ്റെ പേര് ബേർഡ്സ് എന്നായിരുന്നു. അതായത് ഇതിൻ്റെ സ്റ്റോറി ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഇതാണ്: ലോകത്തുള്ള മുഴുവൻ പക്ഷികളും കൂടി ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഹി നീഡ് എ വെറൈറ്റി ഓഫ് ട്രെയിൻഡ് ബേർഡ്സ്. അതിന് കുറേ ബേർഡ്സിനെ ഇദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം റേവൻസിനെ, ട്രെയിൻഡ് റേവൻസിനെ ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതലായിട്ട് വേണ്ടിയത്. അപ്പോൾ റേവൻസിനെ അങ്ങനെ ഉണ്ടോയെന്ന് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൊത്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ പരസ്യം ചെയ്തു, അഡ്വർടൈസ്മെന്റ് നോട്ടീസസ് ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് എന്തായിരുന്നു, 50 റേവൻസ് അടുത്ത് ചെയ്യേണ്ട ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിവരിയായിട്ട് മീൻസ് വളരെ കൂളായിട്ട് പറഞ്ഞിരിക്കുന്ന സ്പേസിൽ കുറേ അധികം സമയം പറന്നൊന്നും പോകാതെ അവിടെ ഇരിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ഹാവ് ബീൻ സോ പേഷ്യൻറ്റ് ഇൻ സ്പോർട്സ്. അത് ശരിക്കും റേവൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്താണ്, they have done it. നിങ്ങൾ ബേർഡ്സ് എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് സീൻസ് ഇൻ ദീസ് ഫിലിം. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ ഇംപ്രസീവായിട്ട് ഈ റേവൻസ് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഷൂട്ട് ചെയ്തു. അപ്പം ഓരോ ഫിലിമിലും വെദർ ഇറ്റ് ഈസ് ഹോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ്, വെദർ ഇറ്റ് ഈസ് ഇൻ വിച്ച് മൂവി, എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടായാലും ഏത് ആനിമലിനെയാണോ നമുക്ക് വേണ്ടിയത് അതിനെ അപേക്ഷിച്ച്, ഇതിൻ്റെ ട്രെയിനിങ് അപേക്ഷിച്ച്, സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കഥ അനുസരിച്ച് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. Needless to say, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. Their performance suggests that they were used to obey commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to with Bhulo in Patha Panchali. So, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, വി ആർ ഇന്ത്യൻസ് അല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടി അതിനെ വെച്ച് ഫിലിം ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. അതൊട്ടും തന്നെ നടക്കുന്ന കാര്യമല്ല. ഈവൻ സംടൈംസ് ബോംബെയിൽ മദ്രാസിലൊക്കെ കുറച്ച് ഫിലിംസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ട്രെയിൻഡ് എലിഫൻസിനെ, ഹോഴ്സസിനെ, ഡോഗ്സിനെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഈസി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ബംഗാൾ, നമ്മൾ ബംഗാളിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ്, we get trained dogs there, especially the police dogs which is there in Bengal. അവിടെയുള്ള പോലീസ് ഡോഗുകൾ അതിനെ കുറച്ചുകൂടി ട്രെയിൻ ചെയ്ത് നമുക്ക് നല്ല പേഷ്യൻസ്, ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെച്ച് കുറേ ഷൂട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് അവർ നല്ല പെർഫോമൻസസ് അവർ ചെയ്യുകയും ചെയ്യും. ഭൂലോ എന്ന പേരുള്ള ഒരു ഡോഗിനെ വെച്ചിട്ട് ഈ സത്യജിത് റേ, നമ്മുടെ റൈറ്റർ സത്യജിത് റേ പഥർ പഞ്ചലി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മൂവിയിൽ ഭൂലോ എന്ന് പറഞ്ഞ ഡോഗ് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിങ് അദ്ദേഹം ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. വി ക്യാൻ ഡു ദാറ്റ് ഇഫ് വി ഹാവ് സോ മച്ച് ഓഫ് പേഷ്യൻസ്. നമുക്ക് അത്രയ്ക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? സോ ദ നെക്സ്റ്റ് പാരഗ്രാഫ്.
Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in the film? We had to deal with this problem too. When we were shooting Gopi Gaine Bhagya Bain, in the film Gopi, who was banished by the king wanderers in the forest, meets Bhaga, who has also been banished. They see a tiger and freeze, but the tiger simply walks about in the forest without paying them the slightest attention. അപ്പോൾ അദ്ദേഹം സത്യജിത് റേ പറയുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ്സിനെയൊക്കെ നമുക്ക് വെച്ച് ചെയ്യാം, കാരണം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. വി ക്യാൻ ഡു ദാറ്റ്, ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അദ്ദേഹം പറയും ടൈഗറിനെ വെച്ചിട്ടൊരു മൂവി സീൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹം നേരിടേണ്ടതായിട്ട് വന്നു. ആര്? സത്യജിത് റേ. അദ്ദേഹത്തിന് ഒരു മൂവിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 ക്യാരക്ടേഴ്സ് ഗോപി ആൻഡ് ഭാഗ, രണ്ടുപേരും കിങ് അവരെ രണ്ടുപേരും ബാനിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരുടെ രാജ്യത്തു നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഓക്കെ, പുറത്താക്കിയ ഈ 2 പേരും ഫോറസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റിൽ വെച്ച് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരൊരു ടൈഗറിനെ മീറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദേ ഗോട്ട് ഫ്രീസ്ഡ് ആൻഡ് സ്കേർഡ്. ഇവർ രണ്ടുപേരും ഈ ടൈഗറിനെ കണ്ടു പേടിച്ചു. പക്ഷെ സീൻ എന്താണ്? ഈ ടൈഗർ ഇവരെ കണ്ടിട്ടും ഒട്ടും മൈൻഡ് ചെയ്യാതെ ഈ ഫോറസ്റ്റിന് തന്നെ മറ്റേ സൈഡിൽ കൂടെ വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ട് നടന്നു പോകുന്നു. ഇതായിരുന്നു സത്യജിത് റേക്ക് ഷൂട്ട് ചെയ്യേണ്ട സീന്. എങ്ങനെ ചെയ്തിരിക്കും അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വെരി ഗുഡ്.